തർക്കങ്ങളിൽ തീരുമാനമാകാതെ യു.ഡി.എഫ് യോഗം പിരിഞ്ഞു. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന യു.ഡി.എഫ് പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശ് പറയുന്നു. മദ്യനയത്തിൽ തീരുമാനമെടുക്കാൻ ഉപസമിതിയെ വയ്ക്കാൻ യു.ഡി.എഫിൽ ധാരണ. ബോർഡ് കോർപ്പറേഷൻ പദവികളിലെ തർക്കം പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ച നടത്താനും യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി കൂടി ചേരുകയാണ്. നൃപൻ, ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒന്ന്, ഭരണപക്ഷത്താവുമ്പോൾ ഒന്ന് എന്ന നിലപാട് മാറ്റമാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല, ഈ ആദ്യം മുതലേ ഒരു ഒളിച്ചു കളിക്കുന്ന ഒരു സമീപനമാണ് UDF സർക്കാർ PM ശ്രീ വിഷയത്തിൽ അടക്കം കാണിച്ചത്. വിവരങ്ങൾ തീർച്ചയായും ഇന്നത്തെ UDF യോഗത്തിൽ തന്നെ ഇക്കാര്യം മുഖ്യമന്ത്രി VD സതീശൻ തന്നെ യോഗത്തിൽ പറഞ്ഞു. പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ല, PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനം UDF യോഗത്തിൽ VD സതീശൻ തന്നെ ഉന്നയിച്ചതാണ്. ഇപ്പോൾ അല്പം മുമ്പ് UDF കൺവീനർ അടൂർ പ്രകാശ് തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇത് പരസ്യമായി സമ്മതിച്ചു. ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് സംസ്ഥാന സർക്കാരിന് വാങ്ങി എടുക്കണം. അതുകൊണ്ട് പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ല. അതുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ്. അതുകൊണ്ട് സർക്കാരിന് പിന്മാറാനാകില്ല എന്ന ന്യായമാണ് അടൂർ പ്രകാശ് നിരത്തിയത്. പക്ഷെ മാധ്യമപ്രവർത്തകർ തുടരെ ചോദ്യങ്ങളിൽ നിന്ന് അതേ ഒഴിഞ്ഞു മാറി. കാരണം കേന്ദ്ര സർക്കാർ തന്നെ കഴിഞ്ഞ ദിവസം നൽകിയ മറുപടിയിൽ, ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ സംസ്ഥാന സർക്കാർ, കഴിഞ്ഞ LDF സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോയില്ല എന്നും ആ പദ്ധതിയിൽ സർക്കാർ പങ്കാളിയായിട്ടില്ല എന്നും പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ സഹകരിച്ചില്ല എന്ന വ്യക്തമായ മറുപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ടായിരുന്നു അടൂർ പ്രകാശ് കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട ഒരു കരാറാണ്, അതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് പിന്മാറാനാകില്ല എന്ന ന്യായം നിരത്തി. അവസാനം മാധ്യമപ്രവർത്തകരുടെ തുടരെയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഫണ്ടുകൾ ഉണ്ട്, ആ ഫണ്ടുകൾ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്, ആ ഫണ്ടുകൾ വാങ്ങിച്ചെടുക്കണം, അതുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ UDF തീരുമാനിച്ചു എന്ന നിലയിലേക്ക് അടൂർ പ്രകാശ് തിരുത്തി. രണ്ട് തരത്തിലുള്ള വിചിത്രമായ മറുപടിയാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം നൽകിയത്. ഒന്ന്, കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട പദ്ധതിയിൽ നിന്ന് പിന്മാറാനാകില്ല. മാധ്യമപ്രവർത്തകരുടെ തുടരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വന്നപ്പോൾ അടൂർ പ്രകാശ് അവസാനം പറഞ്ഞത് അത് കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്തിന് അർഹമായ തുകയാണ്, ആ തുക ഫണ്ട് സംസ്ഥാനത്തിന് നഷ്ടപ്പെടുത്താനാകില്ല, അതുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ UDF തീരുമാനിച്ചു എന്നതാണ്. പക്ഷേ UDF തന്നെ 4 മന്ത്രിമാരടങ്ങുന്ന പ്രത്യേക മന്ത്രിതല ഉപസമിതിയെ തീരുമാനിച്ചിരുന്നു. ആ സമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും അന്തിമ തീരുമാനമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇന്നത്തെ UDF യോഗത്തിൽ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇത് മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ് ഇന്നത്തെ UDF യോഗത്തിൽ ഉന്നയിച്ചത്. ഇതുവരെ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ പറഞ്ഞ നയപരമായ പല പ്രഖ്യാപനങ്ങളും ഇതോടുകൂടി തിരുത്തപ്പെടുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ ഈ PM ശ്രീ പദ്ധതി കടലിൽ ഒഴുക്കുമെന്ന് ഉപേക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച KM ഷാജി ഇപ്പൊ മന്ത്രിസഭയിലുണ്ട്, ലീഗ് നേതാക്കളുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി VD സതീശനും പദ്ധതി എതിർത്തിരുന്നു. പക്ഷേ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഇന്നത്തെ UDF യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. മാത്രമല്ല നൃപൻ, ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ പോലെയല്ല ഈ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഈ നിലപാട് മാറ്റം തുടരുന്ന ഒരു സാഹചര്യമാണ്. 2 മാസം മാത്രമാണ് ആയിട്ടുള്ളത് ഈ ഭരണത്തിലേറി. ഇപ്പോൾ തന്നെ നിലപാട് മാറ്റം, മാത്രമല്ല വാഗ്ദാനങ്ങളെല്ലാം വെറും വാഗ്ദാനങ്ങളായി മാത്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴിതാ വെറും ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാത്രം ഉപയോഗിക്കുന്ന ഒരു PM ശ്രീയെ ആയുധമാക്കി മാത്രം ഉപയോഗിക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അന്നത്തെ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി സംഘപരിവാറിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ അടിച്ചേൽപ്പിക്കാനാണ് ഇടത് സർക്കാർ ശ്രമിക്കുന്നത് എന്ന വാദമുഖമായിരുന്നു അന്നത്തെ UDF നേതാക്കളെല്ലാം യോഗങ്ങളിലും പരസ്യമായും പ്രതികരിച്ചത്. പക്ഷേ ഇന്ന് UDF അധികാരത്തിൽ വന്നപ്പോൾ സംഘപരിവാറിന്റെയും മോദി സർക്കാരിന്റെയും നയങ്ങൾ അതേപടി പിന്തുടരാനാണ് സർക്കാരിന്റെ തീരുമാനം. പല നയപരമായ തീരുമാനങ്ങളിൽ സമാനമായ നിലപാടുണ്ടായിരുന്നു. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ നിന്ന് കഴിഞ്ഞ സർക്കാർ പിന്മാറി. അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലെ പ്രവർത്തനങ്ങളും സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നതിനോ അതുമായി ബന്ധപ്പെട്ട ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കേണ്ട ഒരു തരത്തിലുള്ള സമീപനങ്ങളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടി തന്നെ ഇത് പ്രഖ്യാപിച്ചതാണ്. കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിലും ഇത് വ്യക്തമാണ്. പക്ഷേ ആ സർക്കാർ നടപ്പിലാക്കാതെ നിലനിർത്തിയ PM ശ്രീ പദ്ധതി ഉപേക്ഷിച്ചപ്പോൾ UDF സർക്കാർ അതിനെതിരെ എതിർത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ക്യാമ്പയിൻ നടത്തുകയും ആ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നേരത്തെ നടത്തിയ പ്രഖ്യാപനങ്ങളിൽ നിന്ന് പൂർണ്ണമായി യൂട്ടേൺ അടിച്ച് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ കണ്ടെത്തിയ ന്യായം ഇപ്പോൾ പൂർണ്ണമായി പൊളിയുകയാണ്. കാരണം കേന്ദ്ര സർക്കാർ നൽകിയ ഔദ്യോഗിക രേഖകളിൽ കഴിഞ്ഞ സർക്കാർ PM ശ്രീ പദ്ധതി മരവിപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്നു. ഈ സർക്കാർ വീണ്ടും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമായി UDF യോഗം അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം.